ഫെബ്രുവരി 25 ആരംഭിക്കുന്ന തന്റെ ഇസ്രായേൽ സന്ദർശനത്തിന് മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലും ആഗോള ശക്തിയായ ഇന്ത്യയും തമ്മിൽ സമീപ വർഷങ്ങളിൽ വളർന്നുവന്ന സവിശേഷ ബന്ധത്തിന്റെ പ്രതിഫലനമായിരിക്കും ഈ സന്ദർശനമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. സാമ്പത്തിക, നയതന്ത്ര, സുരക്ഷാ മേഖലകളിൽ ഇരു ഗവൺമെന്റുകളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള നിർണായക തീരുമാനങ്ങൾ ഈ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നെതന്യാഹുവിന്റെ പരാമർശത്തിന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നന്ദി അറിയിച്ച പ്രധാനമന്ത്രി മോദി നെതന്യാഹുവിനെ ഏറ്റവും മികച്ച സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചു. വിശ്വാസം, നവീകരണം, സമാധാനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ അധിഷ്ഠിതമായ ഇസ്രായേലുമായുള്ള സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും സന്ദർശന വേളയിൽ ചർച്ചകൾക്കായി കാത്തിരിക്കുന്നുവെന്നും മോദി കുറിച്ചു. ഫെബ്രുവരി 25, 26 തീയതികളിലാണ് പ്രധാനമന്ത്രി മോദിയുടെ ഇസ്രായേൽ സന്ദർശനം. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ രണ്ടാമത്തെ ഇസ്രായേൽ യാത്രയാണിത്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ ആഗോളതലത്തിൽ വലിയ സ്വാധീനമുള്ള രാജ്യമാണെന്നും ഇന്ത്യയുമായുള്ള പങ്കാളിത്തം അതിശക്തമായ സഖ്യമാണെന്നും നെതന്യാഹു പറഞ്ഞു. മധ്യ ഏഷ്യയിലെ തീവ്രവാദ സംഘടനകൾക്കെതിരെ സഖ്യം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മോദിയുടെ സന്ദർശനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സർക്കാർ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. അടുത്തിടെ ഇസ്രായേലും ഇന്ത്യയും വളർത്തിയെടുത്ത സവിശേഷ ബന്ധത്തെക്കുറിച്ചും നെതന്യാഹു സംസാരിച്ചു. ഞാൻ ഇന്ത്യ സന്ദർശിച്ചു. മോദി ഇവിടേക്ക് വന്നു. ഞങ്ങൾ മെഡിറ്ററേനിയനിൽ നീന്തിക്കയറി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുടെ സന്ദർശനം ഉയർന്ന സാങ്കേതിക വിദ്യ, AI, ക്വാണ്ടം പ്രക്രിയകൾ എന്നിവയിലെ സഹകരണത്തോടൊപ്പം സാമ്പത്തിക, നയതന്ത്ര, സുരക്ഷാ സഹകരണവും വർദ്ധിപ്പിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ സഖ്യത്തിൽ ഇന്ത്യ, ഗ്രീസ്, സൈപ്രസ് കൂടാതെ പേര് വെളിപ്പെടുത്താത്ത അറബ്, ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടുന്നു. തീവ്രവാദ അച്ചുതണ്ടുകൾക്ക് വിപരീതമായി യാഥാർത്ഥ്യത്തെയും വെല്ലുവിളികളെയും ലക്ഷ്യങ്ങളെയും ഒരുപോലെ കാണുന്ന രാജ്യങ്ങളുടെ ഒരു അച്ചുതണ്ട് സൃഷ്ടിക്കുക എന്നതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിനായി ഫെബ്രുവരി 25 പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത്. ടെൽ അവീവയുമായുള്ള തന്ത്രപ്രധാന പ്രതിരോധ പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയെന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഈ സന്ദർശനം. ഇരുപക്ഷവും സുരക്ഷാ സഹകരണത്തിൽ ധാരണാപത്രത്തിൽ ഒപ്പിടാനും സാധ്യതയുണ്ട്. മിഷൻ സുദർശന്റെ ഭാഗമായി നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ സംയുക്തമായി വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് പ്രത്യേക താൽപര്യമുണ്ട്. ദീർഘദൂര മിസൈൽ ഭീഷണികളിൽ നിന്ന് ഇന്ത്യൻ ഭൂപ്രദേശത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പദ്ധതി. ലേയേർഡ് മിസൈൽ പ്രതിരോധത്തിലെ ഇസ്രായേലിന്റെ വൈദഗ്ധ്യമാണ് ഇന്ത്യയെ അവരുമായി കൈകോർക്കാൻ പ്രേരിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം നൂതന ലേസർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങളും മറ്റു ഉയർന്ന കൃത്യതയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ആയുധങ്ങളും ഉൾപ്പെടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ നൽകാൻ ഇസ്രായേൽ സമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. പ്രതിരോധത്തിനപ്പുറം ശാസ്ത്ര സാങ്കേതിക വിദ്യ, കൃഷി, ജലം, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോലെയുള്ള വളർന്നുവരുന്ന മേഖലകളിലെ സഹകരണവും വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 ജൂലൈയിൽ മോദി നടത്തിയ ചരിത്രപരമായ സന്ദർശനമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുന്നത് അന്ന് ആദ്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.